ഉറക്കെ ഒന്ന് പറഞ്ഞ എല്ലാവരും അല്ലാഹു 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 ഈ വാക്യെന്ന് പറയാതെ ഇരിക്കുന്നുവോ? ഒരാൾ പോലും പറയാത്ത അവസ്ഥയിലേക്ക് ഈ ലോകമെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ പറഞ്ഞത് നോക്കണ്ട, ഇനി ഒരു കാലഘട്ടം കടന്നു വരും. അന്ന് നമ്മുടെ മക്കൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറക്കുകയാണ്, അന്ന് ദിക്ർ മറക്കുകയാണ്, അന്ന് സിനിമാ പാട്ടുകൾ പാടിയിട്ട് മക്കളെ താരാട്ട് പാടുകയാണ്, അന്ന് മക്കളെ ഇതാ സിനിമാ പാട്ടുകൾ പഠിപ്പിക്കുന്നതിലേക്ക് മാതാപിതാക്കൾ തയ്യാറാവുകയാ. ആ കാലഘട്ടം ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ മക്കളെ റിയാലിറ്റി ഷോകളിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാതാപിതാക്കളെ തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് അല്ലാഹ് എന്ന് പറയാൻ ഒരാൾക്കും സമയമില്ല, ബിസ്മിമക്കളെ കൊണ്ട് പഠിപ്പിക്കാൻ സമയമില്ല, പരിശുദ്ധമായ ഖുർആനൊന്ന് മക്കളൊന്ന് പരിപൂർണമായി ഓദിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. ഉസ്താദ് ഒരു വീട്ടിലെത്തി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട്, ഉസ്താദേ എൻ്റെ മകന് 3 വയസ്സായി, എൻ്റെ മകന് 5 വയസ്സായി, ഇവൻ ഖുർആനോതും ഇവൻ്റെ ഫാത്തിഹ ഒന്ന് കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ സൂറത്ത് ഉസ്താദുമാരുടെ മുന്നിൽ ഓദിക്കുന്നതിന് പകരം എൻ്റെ പൊന്നുമോൻ നല്ല ഡിസ്കോ ബ്രേക്ക് കളിക്കും, എൻ്റെ മകൾ നല്ല ഡാൻസ് കളിക്കും, അവൾ കഴിഞ്ഞ റിയാലിറ്റി ഷോകളിൽ ഫസ്റ്റ് വാങ്ങിയവളാണെന്ന് പറയുന്ന തലത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിയില്ലയോ? അഥവാ ഖുർആനല്ല നമുക്ക് ലക്ഷ്യം, ഖുർആൻ പഠിക്കലുമല്ല പഠിപ്പിക്കലുമല്ല, ഖുർആൻ ഓതലുമല്ല ഓദിക്കലുമല്ല, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം മറക്കുന്ന സമൂഹമേ. ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയാത്തൊരവസ്ഥയിലേക്ക് ഈ സമൂഹം എന്നെത്തുന്നു. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി.